മഴതോരും മുൻപ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നും അപമാനിതരായി ഇറങ്ങിപ്പോവേണ്ടി വന്നതിന്റെ പകയും വാശിയും ശിവേട്ടന്റെയും രാജീവിന്റെയും മുഖത്ത് പ്രകടമായിരുന്നു. അവരുടെ വാക്കുകൾക്ക് തീയുടെ ചൂടുണ്ടായിരുന്നു. അലീനയെ ആ വീട്ടിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിയമത്തിന്റെ വഴിയിലൂടെ എന്തിനു പോന്ന അഭിഭാഷകരെ വെച്ച് അവളെ നേരിടാനെന്നായിരുന്നു അവരുടെ പുതിയ തീരുമാനം. ഈ സമയത്താണ് ആ വാർത്തയറിഞ്ഞ് മനു നാട്ടിലെത്തിയത്. ജോലിസ്ഥലത്തെ തിരക്കുകൾക്കിടയിലും അച്ഛനും കൊച്ചച്ഛനും നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ എന്തോ അശുഭകരമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു. വീട്ടുമുറ്റത്തേക്ക് കാറ് വന്നു നിന്നപ്പോൾ തന്നെ മനു ഉമ്മറത്തെ കസേരയിൽ ഗൗരവം പൂണ്ടിരിക്കുന്ന കാരണന്മാരെ അവൻ കണ്ടു. മനുവിനെ കണ്ടതും ശിവേട്ടന്റെ മുഖത്ത് നേരിയൊരു ആശ്വാസം തെളിഞ്ഞു. യാത്രയുടെ ക്ഷീണം പോലും വകവെക്കാതെ അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കുശലാന്വേഷണങ്ങൾക്കും സ്നേഹപ്രകടനങ്ങൾക്കും അവിടെ സ്ഥാനമില്ലായിരുന്നു. എടാ മനു, നീ വന്നത് നന്നായി, രാജീവ് പറഞ്ഞു തുടങ്ങി. നിന്റെ വലിയച്ഛൻ ആ പെണ്ണിന്റെ കാര്യത്തിൽ കാണിക്കുന്ന വാശിക്ക് ഒരു അറുതി വരുത്തണം. ഞങ്ങൾ പറഞ്ഞതൊന്നും തന്നെ അയാൾ കേൾക്കുന്നില്ല. നീ ഒന്ന് അവിടെ പോയിട്ട് സംസാരിക്കണം. മനുവിന്റെ മുഖത്ത് ഒരു മന്ദസ്മിതം വിരിഞ്ഞു. അത് പരിഹാസമാണോ സഹതാപമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. കൊച്ചച്ച, നിങ്ങൾ പോയിട്ടും കാര്യം നടന്നില്ല എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാട്ടാണോ അങ്കിൾ കേൾക്കുന്നത്? അങ്കിളിന് ഏതായാലും വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അത് മാറ്റാനൊന്നും അത്ര എളുപ്പമല്ല. അങ്ങനെ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ വീണ്ടും മൗനമായിരുന്നു. കമലയും അഞ്ജുവും ശിവേട്ടനും രാജിയും എല്ലാം തന്നെ അവിടെയുണ്ട്. മനുവിന്റെ ഓരോ ചലനങ്ങളും അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നീ നാളെ തന്നെ കടപ്പാട്ടൂരിലേക്ക് പോവണം, ശിവേട്ടൻ കടുപ്പിച്ചു പറഞ്ഞു. ഇതൊരു അപേക്ഷയല്ല, ആവശ്യമാണ്. ആ പെണ്ണ് കാരണം നമ്മുടെ കുടുംബത്തിന്റെ പേര് ചീത്തയാവുന്നത് കണ്ടു നിൽക്കാനൊന്നും വയ്യ. ബാലചന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ മനു. മനു തലയുയർത്തി എല്ലാവരെയും ഒന്ന് നോക്കി. എന്താണ് ആ കുട്ടി നിങ്ങളോടൊക്കെ ചെയ്ത തെറ്റ്? വൈജയന്റിക്ക് അവളെ ഇഷ്ടമല്ല എന്നത് ഒറ്റ കാരണമല്ലേ ഉള്ളൂ. അതിന് അവളെ അവിടെ വേട്ടയാടണോ? അങ്കിളിന്റെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്നത് ആരാണെന്നുള്ള കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് വൈജയന്റിയാണ്, അല്ലാതെ ഒരിക്കലും അലീനയല്ല. മനുവിന്റെ വാക്കുകൾ കേട്ട് രാജീവ് ചാടി എഴുന്നേറ്റു. നീ ആരെയാണ് ഈ ന്യായീകരിക്കുന്നത്? ഒരു അനാഥ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കയറ്റിയിരുത്തിയിട്ട് ഭാര്യയും മക്കളെയും വെറുപ്പിക്കുന്ന ബാലചന്ദ്രനെയാണോ? അതോ ആ പെണ്ണിനെയാണോ? നാളെ ഞങ്ങൾ കോടതിയിലേക്ക് പോകും. അവളെ ഒരു വഴി പിഴച്ചവളായി ചിത്രീകരിച്ച് കേസ് കൊടുക്കും. മതി കൊച്ചച്ച, മനുവിന്റെ ശബ്ദമുയർന്നു. ആ പാവം പെൺകുട്ടിയെക്കുറിച്ച് ഇനിയും ഇത്തരം വൃത്തികേടുകൾ പറയരുത്. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കത കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. കോടതിയിൽ പോയാൽ തോൽക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആ അത്താഴം ആർക്കും അങ്ങ് രുചിച്ചില്ല. മനുവിന്റെ നിലപാട് അവർക്ക് ഉൾക്കൊള്ളാനായില്ല. അവൻ ബാലചന്ദ്രന്റെ പക്ഷത്താണെന്നുള്ള സത്യം അവരെ കൂടുതൽ ചൊടിപ്പിച്ചു. മനസ്സ് കലുഷിതമായപ്പോൾ മനു നേരെ പോയത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ്. ആ വലിയ വീട്ടിലെ ഒരറ്റത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുന്ന മുത്തശ്ശി. കമലയുടെ അവഗണനയും സ്നേഹമില്ലായ്മയും ആ മുറിയിലെ വായുവിൽ പോലും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മനുവിനെ കണ്ടതും മുത്തശ്ശിയുടെ കണ്ണുകൾ തിളങ്ങി. അവശതക്കിടയിലും അവർ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്റെ മോൻ വന്നോ? ആ ചോദ്യത്തിൽ 1000 സങ്കടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്താ മുത്തശ്ശി ഇത്? ഇവിടെ ആരും നോക്കാനില്ലേ? മുത്തശ്ശിയുടെ ശോഷിച്ച കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മനു ചോദിച്ചു. എനിക്കിതൊക്കെ മതി മോനെ. എന്റെ വിധി ഇതാണ്. ഇവിടെ കിടന്ന് നരകിക്കാനാണ് യോഗം, മുത്തശ്ശി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. മനുവിന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി. കടപ്പാട്ടൂർ വീടിന്റെ ഐശ്വര്യമായിരുന്ന മുത്തശ്ശിയാണ് ഇന്ന് ഈ നിലയിൽ വന്ന് കിടക്കുന്നത്. മുത്തശ്ശി വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. അലീനയെയും കൂട്ടി മുത്തശ്ശി പഴയതുപോലെ തന്നെ ആ വീട്ടിലേക്ക് പോകും. അവളെക്കുറിച്ച് ആരും നല്ലതൊന്നും പറയുന്നില്ലല്ലോ മോനെ. ബാലചന്ദ്രൻ എന്തിനാ ആ കുട്ടി ഇങ്ങനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്? വൈജയന്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിച്ചൂടെ? എന്തിനാ സ്വന്തം കുടുംബം ഇങ്ങനെ തകർക്കുന്നത്? മുത്തശ്ശിയുടെ സംശയങ്ങൾക്ക് മുന്നിൽ മനു മൗനം പാലിച്ചു. അവനും അറിയില്ലായിരുന്നു എന്തിനാണ് ബാലചന്ദ്രൻ ഇത്രമാത്രം ത്യാഗം സഹിക്കുന്നത് എന്ന കാര്യം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മനു കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു. പണ്ട് ഓടിക്കയറി ചെന്നിരുന്ന ആ വീട് ഇന്ന് അപരിചിതമായി തോന്നി. ഉമ്മറ വാതിൽ തുറന്നുകൊടുത്തത് അലീനയായിരുന്നു. അവളുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയിൽ അവനോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിന്നിരുന്നു. മനുവേട്ടൻ എപ്പോഴാ വന്നത്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ഇന്നലെ വന്നു. നിന്നെയും അങ്കിളിനെയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പോയ അലീനയെ നോക്കി നിൽക്കെ തന്നെ വൈജയന്തി റൂമിൽ നിന്നും ഇറങ്ങി വന്നു. പണ്ടത്തെ പോലൊരു സ്വീകരണം മനു പ്രതീക്ഷിച്ചില്ല. വൈജയന്തിയുടെ മുഖത്ത് കടുത്ത നീരസമുണ്ടായിരുന്നു. നീ എന്താ മനു ഇവിടെ? നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഇവിടെ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും പോരെ? ഇനി നിന്റെ വക ഉപദേശം കൂടി ഇവിടെ ബാക്കിയുള്ളൂ, വൈജയന്തി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ആന്റി, ഞാൻ ഉപദേശിക്കാൻ വന്നതൊന്നുമല്ല. അങ്കിളിനെ ഒന്ന് കാണണമെന്ന് മനു ശാന്തനായി മറുപടി പറഞ്ഞു. അലീന ചായയുമായി വന്നപ്പോൾ വൈജയന്തിയുടെ നോട്ടം ഒട്ടും തന്നെ സൗഹാർദ്ദപരമായിരുന്നില്ല. മനു അത് ശ്രദ്ധിച്ചിരുന്നു. ചായ കുടിച്ചതിനു ശേഷം അലീനയോട് കുശലം പറഞ്ഞു നിന്ന മനു മുകളിലേക്ക് നടന്നു. പടിക്കെട്ടുകൾ കയറുമ്പോൾ അവന്റെ മനസ്സ് നിറയെ ചോദ്യചിഹ്നങ്ങളായിരുന്നു. ബാലചന്ദ്രൻ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മനുവിനെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്ത് ഒരു മ്ലാനമായ ചിരി വിരിഞ്ഞു.
വാ മനു, ഞാൻ കരുതി നീയും എന്നെ ചോദ്യം ചെയ്യാൻ വന്നതായിരിക്കുമെന്ന്. അല്ല അങ്കിളെ, അങ്കിളിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് എന്ത് അധികാരമാണുള്ളത്? പക്ഷേ എനിക്ക് ചിലത് അറിയണമെന്നുണ്ട്. അച്ഛനും മറ്റുള്ളവരും പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് എനിക്കറിയാം. അങ്കിൾ എന്തിനാണ് ഇത്രയധികമൊക്കെ സഹിക്കുന്നത്? അലീനയെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം എന്തിനാ ഇങ്ങനെ ബലി കഴിക്കുന്നത്? മനുവിന്റെ ചോദ്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ആദ്യം ഒന്ന് ദീർഘനിശ്വാസം ഉതിർത്തു. മനു, നിന്നോട് എനിക്ക് കള്ളം പറയാനാവില്ല. നിനക്കറിയാമോ, ഈ വീട് എന്റേതാണ്, എന്റെ സാമ്രാജ്യമാണ്. പക്ഷേ കഴിഞ്ഞ 23 വർഷമായി എനിക്ക് മനസ്സിലാവാൻ കഴിയാത്ത ഒരാളുണ്ട് ഇവിടെ. അത് നിന്റെ ആന്റി, എന്റെ ഭാര്യ വൈജയന്തിയാണ്. ബാലചന്ദ്രന്റെ വാക്ക് കേട്ട് മനു അത്ഭുതത്തോടെ നോക്കി. ബാലചന്ദ്രൻ തുടർന്നു. എല്ലാവരും ചോദിക്കുന്നു അലീന എനിക്ക് ആരാണെന്ന്, അവളെ ഞാൻ എന്തിനു സംരക്ഷിക്കുന്നു എന്ന്. മനു, നിനക്കൊരു കാര്യം അറിയോ? അവൾ ഒരിക്കലും എനിക്ക് വെറും ഒരു വളർത്തുമകളല്ല. ബാലചന്ദ്രൻ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് റെക്കോർഡിംഗ് പ്ലേ ചെയ്തു കൊടുത്തു. രേവതിയുമായിട്ടുള്ള അലീനയുടെ സംഭാഷണമായിരുന്നു അത്. ആ വാക്കുകൾ കേട്ട് മനുവിന്റെ കണ്ണുകൾ വിടർന്നു. തറയിൽ നിന്ന് കാലുകൾ വഴുതി പോകുന്നത് പോലെ അവന് തോന്നി. മനു, അലീന, അവൾ വൈജയന്തിയുടെ മകളാണ്. എന്റെ ചോരയല്ല അവള്, പക്ഷേ അവൾ എന്റെ മോളാണ്. എന്റെ ഭാര്യ വിവാഹത്തിന് മുൻപ് പ്രസവിച്ച അവളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ. ആ മുറിയിൽ പെട്ടെന്ന് തന്നെ നിശബ്ദത തളം കെട്ടി. മനുവിനെ പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു. നീലഗിരിയിലേക്കുള്ള യാത്ര, ഗംഗാധര മേനോനെ കണ്ടത്, അലീനയുടെ ജനന രഹസ്യം, അങ്ങനെ എല്ലാ സത്യങ്ങളും. മനു, എന്നെ വഞ്ചിച്ചവളാണ് വൈജയന്തി. ഇത്രയും കാലം അവൾ എന്നെ പറ്റിക്കുകയായിരുന്നു. പക്ഷേ ആ പാപത്തിന് ഈ പെൺകുട്ടി എന്ത് പിഴച്ചു? സ്വന്തം അമ്മക്ക് വേണ്ടാത്ത മകളെ ഞാൻ എങ്ങനെയാണ് തെരുവിലേക്ക് തള്ളിവിടുന്നത്? അവൾക്കൊരു അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇപ്പോ അവൾ എന്റെ മകളാണ്, എന്റെ മാത്രം മകൾ. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. മനു വിറക്കുന്ന കൈകളോടെ അങ്കിളിനെ ചേർത്ത് പിടിച്ചു. അവന്റെ തൊണ്ടയിടറി. അങ്കിളെ, നിങ്ങളാണ് ശരി. അങ്കിൾ മാത്രമാണ് ശരി. ഇത്രയും വലിയൊരു ചതി സഹിച്ചിട്ടും ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അങ്കിളിനല്ലാതെ മറ്റാർക്ക് കഴിയും? ഞാൻ എപ്പോഴും അങ്കിളുടെ കൂടെയുണ്ട്. നമുക്ക് അവളെ സംരക്ഷിക്കണം. മനു ബാലചന്ദ്രന്റെ തോളിലേക്ക് ചാഞ്ഞു. ആ നിമിഷം അവർക്കിടയിൽ പുതിയൊരു ബന്ധം ജനിക്കുകയായിരുന്നു. സത്യത്തിന്റെ തീച്ചൂളയിൽ ഉരുകിത്തീർന്ന രണ്ട് ഹൃദയങ്ങൾ. അലീന എന്ന നിഷ്കളങ്കമായ പെൺകുട്ടിക്ക് ചുറ്റും ഒരു സംരക്ഷണം വലയം തീർക്കാൻ തന്നെ അവർ രണ്ടുപേരും തീരുമാനിച്ച് കൈകോർത്തു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ താഴെ വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അലീന. മുകളിൽ ഒരു വലിയ സത്യം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി മനുവും ബാലചന്ദ്രനും അവിടെ വലിയൊരു തീരുമാനത്തിലെത്തി. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അലീനയെ ഇനി ഒരിക്കലും കൈവിടില്ല എന്നായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ മനുവും ബാലചന്ദ്രനും ആ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ.